എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ്. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് നല്ല നാട്ടുമാമ്പഴമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ നാട്ടുമാമ്പഴം നമ്മൾ നാട്ടുമാവിന്റെ ചുവട്ടെന്ന് പറക്കി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിരിക്കുക. നല്ല പാകമായി പഴുത്ത് അതിന്റെ മൂട്ടിലേക്ക് ചുവട്ടിലേക്ക് വീണതാണ്. വേണ്ട അതിന്റെ തൊലി നമുക്ക് ഇതുപോലെ ഉരിഞ്ഞ് എടുക്കാൻ പറ്റുമ്പോഴും കറക്റ്റ് ഇപ്പോഴേ നമുക്ക് തിന്നാൻ തോന്നും അല്ലേ. അപ്പൊ നമ്മൾ ഇത് കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോഴേ ഇത് കൊതി കിട്ടുന്നാണ് തോന്നുന്നത്. എന്നാലും നമുക്കിത് വെച്ചിട്ട് നല്ലൊരു പുളിശ്ശേരി ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മളൊരു 8-10 എണ്ണം ഇതുപോലെ തൊലി ഉരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. മൺചട്ടിയിലേക്ക് നമ്മുടെ മാങ്ങ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഒരല്പം മുളക് പൊടിയാണ്, ഒരു 1/4 സ്പൂൺ മുളക് പൊടി ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ നല്ല എരിവിനായിട്ട് ഒരു നാടൻ പച്ചമുളകാണ്, അത് നല്ല മണമുള്ള മുളകാണ്, അതുകൂടി നമ്മളതിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം കുറച്ച് മതി, മാങ്ങ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഉപ്പ് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ചേർക്കാം, കാര്യം തൈരൊക്കെ ചേർക്കാനുള്ളതാണ്. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കിതിനെ അടച്ചു വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഇനി നമുക്കതിനൊരു കൂട്ട് അരപ്പാണ് റെഡിയാക്കാനുള്ള. അതിനായിട്ട് തേങ്ങ, 2 ചെറിയ ഉള്ളി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, കുറച്ച് ജീരകം, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ച് റെഡിയാക്കി എടുക്കാം. അരപ്പ് റെഡിയായി വരുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ മാങ്ങ നല്ല വെന്ത് റെഡിയായിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി. ആ അരപ്പ് നമുക്ക് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം അരപ്പ് കൂടി നല്ലതുപോലെ ചൂടായി വരാൻ വേണ്ടി നമുക്ക് തീയിൽ തന്നെ ഇട്ടേക്കാം. ഇളക്കി എല്ലായിടും അല്ലേ നമ്മുടെ അരപ്പെല്ലാം എല്ലായിടത്തും വന്നിട്ടില്ലേ? ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം. അതിനുശേഷം നമുക്ക് കുറച്ച് കരിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം നമുക്ക് ഒരല്പം കുരുമുളക് പൊടിയും ഒരല്പം മാത്രം ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് അതുകൂടി ചേർത്ത് ഒന്ന് ഇളക്കി റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ കൂട്ടരപ്പും എല്ലാം നല്ലതുപോലെ വെന്ത് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതിന് തീ ആവശ്യമില്ല, തീ ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്തതിന് ശേഷം തൈര് നമ്മുടെ മിക്സിയിലൊന്ന് ഉടച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആ തൈര് കൂടി ചേർത്തിട്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് ഇളക്കി റെഡിയാക്കുമ്പോൾ നമ്മുടെ പുളിശ്ശേരി ഇവിടെ റെഡിയാണ്. ഇനി തീയുടെ ആവശ്യമില്ല. ഇനി നമ്മളിതിലേക്ക് കടുക് വറുപ്പാണ്. അതായത് ഇപ്പോൾ കടുക്, ചെറിയ ഉള്ളി, കറിവേപ്പില, വറ്റൽ മുളക്, ഇതെല്ലാം ഒരു നുള്ള് മുളക് പൊടി, ഇതെല്ലാം ചേർത്ത് നമ്മൾ കടുക് വറുപ്പ് കൂടി ചേർത്ത് റെഡിയാക്കി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്ന് തയ്യാറാക്കിയ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മാമ്പഴ പുളിശ്ശേരി കൂട്ടി നമുക്ക് കഴിക്കാനെന്ന് ചോറിലാണ് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയുടെ ടേസ്റ്റ്. വേറെ ഒരു കറിയും വേണ്ട, ഒരു പറച്ചോറ് വേണമെങ്കിലും ഉണ്ണാം. ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ട്. നമുക്കൊന്ന് ഒരു വട്ടയിലയിലേക്കാണ് നമ്മൾ പണ്ടത്തെ വട്ടയില, പണ്ടൊക്കെ ആളുകൾ വട്ടയിലയിലേക്ക് ആഹാരം കഴിക്കുമായിരുന്നു. ആ വട്ടയിലയിലേക്ക് കുറച്ച് ചോറും ഇട്ട് പറയുമ്പോൾ തന്നെ നമുക്ക് നാവിൽ വെള്ളം മുറിയണല്ലേ, ആ ഒരു മാങ്ങയും ആ ഒരു മാമ്പഴ പുളിശ്ശേരിയും കൂടെ ചേർത്ത് ഒഴിച്ച് കഴിക്കാനാണ് പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമന്റ് ചെയ്യണേ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. സ്നേഹപൂർവ്വം കല്ലറയുടെ കലവറ. ഓക്കെ, ബൈ ബൈ. See you.